ഞാനും തേജും കൂടിയിട്ട് ഇതേ നമ്മുടെ അടുത്തുള്ള അമ്പലത്തേക്ക് ഒന്ന് തൊഴാൻ പോവാണ് കേട്ടോ. വൈകിട്ടാണ് പോണത്. അപ്പോൾ ഈ വീഡിയോ എടുത്താലും എനിക്ക് തേജു കേട്ടോ. ഞാൻ വേഗം അവൻ്റെ ഒന്ന് ഫോൺ വാങ്ങി. പിന്നെ അതേ അവൻ സൈക്കിളുമ്മേട്ടാ വരണത്. കാരണം ഇപ്പോൾ റോട്ടിൽ കൂടെ ഒക്കെ സൈക്കിൾ ഓടിച്ചിട്ട് നല്ല പരിചയമായിരിക്കണം. അപ്പോൾ പിന്നെ സൈക്കിൾ എടുത്തോട്ടെ എന്ന് ഞാനും വിചാരിച്ചുട്ടാ. ഇതൊരു 3-4 ദിവസം മുന്നെടുത്തിട്ടുള്ള വീഡിയോയാണ്. ടയറിൽ കാറ്റില്ലാത്തതുകൊണ്ട് തന്നെ തേജു ഇതേ ഞരങ്ങി മൂളി നല്ല അമർത്തിയിട്ടൊക്കെ ആയിട്ട് സൈക്കിൾ ചവിട്ടണം. പിന്നെ നല്ല അടിപൊളിയായിട്ട് ഇതേ സൈക്കിൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് നല്ല നീറ്റ് ആക്കിയിട്ട് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ കുട്ടി. പിന്നെ ഞങ്ങൾ നേരെ തൊഴാൻ കയറിയിട്ടാ. ഇന്നിപ്പോ സൈക്കിളുമ്മ പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നും വൈകിട്ട് മേലെടുക്കൽ കഴിഞ്ഞ അമ്മ അമ്പലത്തേക്ക് പോവാന്നപ്പോ എന്റെ അടുത്ത് ചോദിക്കാറ്. അത് പിന്നെ അങ്ങനെയാലോ, നമ്മളായാലും ചെറുപ്പത്തിൽ നമുക്ക് പോലെ സൈക്കിൾ ഉണ്ടെങ്കിൽ എങ്ങോട്ട് പോകുമ്പോഴും അതുമ്പോ പോകാൻ നമുക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ ഇതേ ഞങ്ങൾ തൊഴുതിട്ട് ഇതേ നമ്മുടെ കുളത്തിന്റെ അവിടേക്ക് ഒന്ന് പോയിട്ടാ. അവിടെ ഇതേ വെറുതെ കുറച്ചു നേരം നിന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് എത്തിയിട്ട് വേണമല്ലോ നമുക്ക് ഇനി വിളക്ക് കൊളുത്തണമെങ്കിൽ. വണ്ടികളൊക്കെ വരുന്നുണ്ടോന്ന് നോക്കി ശ്രദ്ധിച്ചിട്ട് തന്നെയായിട്ട് ആള് വണ്ടി ഓടിക്കണത്. പിന്നെ അങ്ങനെ ഇതേ വീട്ടിലെത്തിയിട്ട് നേരെ ഞാനും തേജപ്പനും കൂടി നമ്മുടെ വീട്ടിൽ വിളക്കൊക്കെ കൊളുത്തിയിട്ടാ. പിന്നെ എപ്പോഴുള്ള പണി തന്നെയായിട്ട് ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ഇതേ ആകെയുള്ള 4 ചെടികളൊക്കെ നന്നായി ഒന്ന് നനച്ചു കൊടുക്കട്ടെ. എനിക്കിതേ രാവിലത്തെ സമയത്തേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ സന്ധ്യ നേരമാണ് കേട്ടോ. അതാണ് ഞാൻ കൂടുതലും ഇപ്പോൾ വൈകിട്ടത്തെ വീഡിയോസ് ഇടുന്നത്. എനിക്ക് എന്തോ ഒരു പ്രത്യേകത ഫീലാണ് ആ ടൈമിൽ. പിന്നെ ഇതേ നമ്മുടെ ചെടികൾ ഇതേ പടർന്ന് വന്ന് പൂവൊക്കെ ഇട്ടുണ്ട് കേട്ടോ. വെള്ളം പൂട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റോസാപ്പൂവിൽ മുട്ടിട്ടുണ്ട് കേട്ടോ. ഈടെയായിട്ട് ഞാൻ ചെടി നനയ്ക്കണതിൻ്റെ ഒപ്പം മുറ്റം മൊത്തം ഒന്ന് നനച്ചു കൊടുക്കട്ടെ. വേറെ ഒന്നുമല്ല, നല്ല പൊടി തൂളുണ്ട്. ഈ ഒരു വീഡിയോ പിറ്റേന്ന് രാവിലത്തെ കേട്ടോ. ഈ ഒരു റോസാപ്പൂ ഇട്ട് കണ്ടപ്പോൾ ഞാനും തേജപ്പനും ഇതേ അത്ഭുതത്തോട് കൂടി പോയി നോക്കി നിൽക്കണതാണ് ഇത്. അപ്പം ഇനി അടുത്തിടയിൽ കാണാവേ. ബായ്.